ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പട്ടികവർഗക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിലെ വനിതാ പ്രതിനിധികളുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു ശ്രീമതി മുർമു. സ്ത്രീ ശാക്തീകരണമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്നും സ്ത്രീകൾക്ക് ഭരണഘടന തുല്യ അവകാശം നൽകിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് 2 ലക്ഷം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഒഡീഷയിൽ 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, പ്രതിരോധം, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ US പങ്കാളിത്തം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. UGC ചട്ടം 2025 കരട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. സർവകലാശാലകളുടെയും കോളേജുകളിലെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള യോഗ്യതകൾ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ എന്നിവ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് HMPV വൈറസ് ബാധയ്ക്കെതിരെ നിരീക്ഷണം ശക്തമാക്കിയതായി ആരോഗ്യ മന്ത്രാലയം. കർണാടകയിൽ 3 മാസവും 8 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ചെറിയ കുട്ടികളിൽ പകർച്ചപ്പനിക്ക് കാരണമാകുന്ന വൈറസുകൾക്ക് സമാനമാണ് HMPV വൈറസ് എന്ന് ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു. രാജ്യത്ത് ശ്വാസകോശ സംബന്ധമായ രോഗബാധകളിൽ ഇതുവരെ അസാധാരണ വർധനവുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. HMPV വൈറസ് ബാധയ്ക്കെതിരെ കേരളം ഇതിനോടകം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കണമെന്നും കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 2025ഓടെ ഇന്ത്യയെ ക്ഷയരോഗമുക്തമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ക്ഷയരോഗബാധിതരുടെ എണ്ണത്തിൽ 17.7% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കിലും 21% കുറവുണ്ടായി. TB മുക്ത് ഭാരത് അഭിയാൻ 100 ദിന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് നാളെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിയമസഭാ അവാർഡ് സമ്മാനിക്കും. ഈ മാസം 13 വരെ നീളുന്ന മേളയിൽ 160-ലേറെ ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കും. മകരവിളക്കിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് ഭക്തജനത്തിരക്ക്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ശബരിമല മേൽശാന്തി അറിയിച്ചു. എരുമേലി പേട്ടത്തുള്ളൽ ഈ മാസം 11 നടക്കും. തിരുവാഭരണ ഘോഷയാത്ര 12 പന്തളത്ത് നിന്നും പുറപ്പെടും. 13 പമ്പ സദ്യയും വിളക്കും നടക്കും. 14 മകരവിളക്ക്. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന വിഴിഞ്ഞം കോൺക്ലേവ് 2025 രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള 300 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28, 29 തീയതികളിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്കൃതം കാലാതീതമായ അറിവിന്റെ കലവറയാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി. 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സംസ്കൃത സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി പുല്ലുപാറയിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് KSRTC 5 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും KSRTC വഹിക്കും. ഇന്ന് രാവിലെ ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർ മരിക്കുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് പ്രവൃത്തി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദാണ് ഹർജികൾ പരിഗണിച്ചത്. നീറ്റ് PG യോഗ്യതാ മാനദണ്ഡത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇളവ് വരുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മാനദണ്ഡപ്രകാരം യോഗ്യത നേടിയവർക്ക് സംസ്ഥാന PG മെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. മറ്റന്നാൾ വൈകുന്നേരം 3 മണിവരെയാണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത്. വിശദ വിവരങ്ങൾ cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.
സാങ്കേതിക കാരണങ്ങളാൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ കർഷകന് കുടിശ്ശിക ലഭ്യമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കുമായി ലയിപ്പിച്ച സാഹചര്യത്തിൽ IFSC കോഡിൽ മാറ്റം വന്നതുകൊണ്ടാണ് 2021 ജനുവരി മുതൽ മെയ് വരെയുള്ള പെൻഷൻ തുക ലഭിക്കാത്തതെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ച സാഹചര്യത്തിലാണ് ഉത്തരവ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.